അങ്ങനെ നമ്മൾ സാറിൻ്റെ വീട്ടിലെത്തി. ഇല്ല 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 ഇല്ല. വിളിക്കല്ല. ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ തമ്പിച്ചായെന്ന് വിളിച്ചാൽ തമ്പിന്നാ. വീട്ടിലെ പേരാണോ അതോ? വീട്ടിലെ പേരാ. ആ ഈശ്വറ്റി. റൈറ്റ്. നമ്മൾ തമ്പിച്ചായൻ്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. എനിക്ക് ചെരുപ്പ് ഊരാനുള്ള ഒരു പ്രയാസമുണ്ട്. ഞാൻ അതുകൊണ്ട് അധികം ഹലോ പറഞ്ഞു. എന്താ പറയണ്ടേ? ഹലോ നാട്ടിലെവിടെ? എന്നെ തേടി വന്നയിടേ അങ്കിളിന് നീന്തൽ അറിയാവോ? ഓ ശരി. നാട്ടിലെവിടായിരുന്നാ പറഞ്ഞേ? നാട്ടിൽ മാരാമൺ. ഓക്കെ. അവിടെ വീട്ടുപേരൊക്കെ എങ്ങനെയാ? വീട്ടുപേര് തോവേലിൽ എന്ന് പറയും. തോവേലിൽ കേട്ടിട്ടുണ്ട്. ശനിയുടെ സ്ഥലം എവിടെയാ? എൻ്റെ വീട് ബേസിക്കലി ഒറിജിനലി മലപ്പള്ളിക്കാരാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പൊ താമസം കറുവച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പപ്പായ്ക്ക് മമ്മിക്ക് ജോലി അവിടെ ആയിരുന്നോണ്ടേ അങ്ങനെ ഞങ്ങൾ പോയതാണ്. ഇതിന് എന്താഴം കാണും? ഇതിന് ഇല്ല. നമ്മുടെ കഴുത്തറ്റം എന്ന് പറയാൻ 5 അടിയോളം ഉണ്ട് അല്ലേ? about 5 feet. ഓക്കെ. Less than 5 feet. പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള. We are just behind a state highway. ഈ റൂംസൊക്കെ ഗരാജായിട്ടാണല്ലേ? ഗരാജ് ഉണ്ട്. തേനീച്ച കാണും. ഓക്കെ. സൂക്ഷിച്ചോണം. അങ്കിളിന് തേനീച്ച ഇതുണ്ട്. തേനെടുക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. ഇതിന്റെ കൂടെ എവിടെയാ കാണിക്കാം? അങ്കിളിന് കോഴിയുണ്ട്, ആട്. ജോൺ ഡീർ. എനിക്കിരിക്കാനാണോ അങ്കിളെ? അതെ. തേനീച്ചകൾ പറന്ന് നടക്കുന്നു. എങ്ങനെ? ഇല്ല, തേനീച്ചകൾ പറന്ന് നടക്കുന്നു. തേനെടുത്തതിൻ്റെ അവിടെ അവർക്ക് ക്ലീൻ ചെയ്യാൻ.
അതിനകത്തുള്ള തേനിൻ്റെ അംശം മുഴുവൻ അവർ ഇത് ബാറ്ററിയിലാണോ ഓടുന്നത് അതോ അതെ ബാറ്ററി അല്ല ഇത് ഗ്യാസാ ഗ്യാസാ? ഓ ഇത് ക്യാന് മേടിച്ചോണ്ട് വരണം ഗ്യാസ് അല്ലേ? എൻട്രൻസ് പിന്നെ വീടിന്റെ എൻട്രൻസ് ആണെന്ന് പറയുക. ഈ കോമ്പൗണ്ട് അവിടെ വെള്ള ഫെൻസിൻ്റെ അവിടെ ഓക്കെ ഓക്കെ. ആ വെള്ള ഫെൻസിങ് ആണ് പോകുന്നത്. ബൗണ്ടറി. We reached some place. Let's see what is here. അവിടെ നെല്ല് ഞാൻ ഇറക്കട്ടെ. This is another garage for Kawasaki 4-wheel drive. Oh, loan. Uncle is bringing his another farm truck. ശരി. This is bigger. Wow, rear neutral edge. ഇതിനൊന്നും ലൈസൻസ് വേണ്ടല്ലേ? പറമ്പിൽ ഓടിക്കുന്നതിന് പിള്ളേർക്കൊന്നും ഒറ്റ ഓടിക്കാം. That is ranch. Yeah. അങ്ങനെ മൊത്തം മക്കളാ? എനിക്ക് 2 കുട്ടികൾ. ഇതൊരു പ്രോപ്പർട്ടി ടൂറ്. മനസ്സിലായി. ഇതെന്തിനായിട്ടാ? അത് ആക്ച്വലി ഗ്രീൻ ഹൗസ് ആയിരുന്നു. കൺവേർട്ട് into ഒരു ഐവറി പീകോക്ക്. എനിക്ക് പീകോക്ക് ഉണ്ടായിരുന്നു. ശരി. അത് എത്ര വർഷം മുമ്പൊക്കെ പീകോക്ക് ഉണ്ടായിരുന്നു? പീകോക്ക് പോയിട്ട് ഒരു 2-3 വർഷം. ഇവിടെ അടുത്തൊരു വീട്ടിലുണ്ട് കുറെ പീകോക്കുകളുണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടെ അങ്ങോട്ട് നടന്നങ്ങ് പോയി. ഇവിടെ കോഴി ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ന്യൂസൻസ് ആണ്. അവർക്ക് ഡിസ്റ്റർബൻസ് ആയിരുന്നു. മുട്ടയിട്ട് അടയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി എത്ര വർഷമായിട്ട് അണ്ണയിലുണ്ട്? ഞാനിത് വാങ്ങിച്ചിട്ടിപ്പോ ഓൾമോസ്റ്റ് 20 വർഷം കഴിഞ്ഞു. ഇതില് കൃഷി ചെയ്യുന്ന ഭാഗം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കൃഷി അവിടെ വേറെ പ്ലോട്ട് ഉണ്ടോ? ഓക്കെ. ഇത് ഈ ലോൺ കട്ട് ചെയ്യാൻ ഒരു ദിവസം തീരുമോ? അവര് 2 മണിക്കൂർ. ഇത് 2 മണിക്കൂർ, അപ്പുറത്ത് 2 മണിക്കൂർ. ഇത് വേറെ പ്രോപ്പർട്ടി അല്ലേ? നമ്മുടെ തന്നെ. നമ്മൾ അതുവഴിയാണല്ലോ വന്നത്. ആ വൈറ്റ് ഫെൻസ് ഉള്ളതെല്ലാം നമ്മുടേതാണ്. എനിക്ക് പശുക്കളുണ്ടായിരുന്നപ്പോഴേ ഇവിടെ പാർട്ടീഷൻ ആക്കിയിട്ട്. ഓക്കെ. ഇപ്പൊ ഒന്നും ഇല്ലല്ലേ? പശുക്കളെ കൊടുത്തു. പ്രായമൊക്കെ ആയില്ലേ? പശുവിനെ വളർത്ത് വെറുതെ 4 എത്ര പശുക്കളോ? 5 എണ്ണം. അതിന്റെ കുട്ടികളൊക്കെ ഉണ്ടായത് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ആങ്ങളൊക്കെ 2 തള്ള പശു, കിടാവും, അതിന്റെ കിടാവും കാളെ. ശരി.
അതിനൊക്കെ വെള്ളം കൊടുക്കാനൊക്കെ വെള്ളം അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ വലിയ പാത്രമുണ്ട്. ഓക്കെ. അതിനകത്ത് ഓട്ടോമാറ്റിക് ആവും. അവര് വന്ന് കുടിച്ചിട്ട് ചോട്ടിൽ കാണും കിടക്കും. ചിലപ്പോ പാടിനകത്ത് കയറി കിടക്കും. ഇവിടെ രാത്രിയിലെ വേറെ മൃഗങ്ങളോ വല്ലതും അനിമൽസ് വല്ലതും പണ്ടുണ്ടായിരുന്നു. ഞാന് ഇവിടെ റാക്കൂണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് കൃഷിയില്ലാത്തതുകൊണ്ടൊന്നും പേടിക്കണ്ട. വാക്യാറ്റ് ഉണ്ടായിരുന്നു. വാക്യാറ്റ് വരുമായിരുന്നു. കയോടി വരുമായിരുന്നു. കയോടി അല്ലേ? ഇതില് നമുക്ക് ഏറ്റവും ഡേഞ്ചർ ഏതാ സാധനം? വാക്യാറ്റൊക്കെ ഡേഞ്ചറാണ്. ആണല്ലേ? കോഴിയൊക്കെ പിടിച്ചിട്ടു. എന്തിനും പിടിച്ചിട്ടു. കയോട്ടി അതൊക്കെ ഇവിടെ വന്ന കാലത്തേ ഉള്ളായിരുന്നു. കഴിഞ്ഞ ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ എല്ലാം ആയി. അങ്ങനെ ഇവിടുത്തെ ആരുമില്ലേ? വിജനമായിട്ട് കിടച്ച. പിന്നെ ഞാൻ മനസ്സിലായി. ഞങ്ങള് ഡാൻസിൽ പോയപ്പോ ഒരംഗല്ലേ ഇതുപോലെ ഒരു ഫാം ഹൗസിൽ പോയായിരുന്നു. പക്ഷെ അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു പെന്തിക്കോസ്ത് വിശ്വാസി ഒരു പെന്തിക്കോസ്ത് സഭയിലുണ്ടായിരുന്നു. അവിടെ നല്ല ആൾക്കാരും അവിടെ ഉണ്ട്. ഇതുപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. ഇത് വെറുതെ കൂട്ടിയിട്ടിരിക്കുന്നതാണോ? പറമ്പിലൊക്കെ ഒടിഞ്ഞു വീഴുന്ന നമുക്ക് കത്തിക്കാം അല്ലേ? അതൊരു പോണ്ടാണ്. മീനുണ്ട്. ശരി, മീനൊക്കെ ഉണ്ടേ. വലുതിനെ കിട്ടുമോ നമുക്ക് വല്ലതും പിടിച്ചാലേ? ഞാൻ മെനക്കെടാ. മനസ്സിലായി. കാണിക്കാം, ചെയ്ത് കാണിക്കാം. ഡോഗൊന്നുമില്ലേ? അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കുറച്ച്. ശരി. ഒന്നുമില്ലല്ലേ? ഈ പാത്രം ഇത് നമ്മള് വളർത്തുന്നതാണോ അതോ നമ്മുടെ? ശരി. ഇത് തറവാണോ? അല്ല, തറവാണോ? ശരി. അത് ഗൂസാണ്. അത് ഗൂസ് അല്ലേ? അത് ഇതിന്റെ കൂടെ വന്ന് നിൽക്കുന്നുള്ളൂ അല്ലേ? അത് ഇവിടെ ജനിച്ചു വളർന്നതാണ്. ജനിച്ചു വളർന്ന. വളരെ. ഞാൻ വൈഫിനെ കൊണ്ടും പിള്ളേരെ കൊണ്ടൊക്കെ വരാം, നമ്മുടെ കൊച്ചുമക്കളുമായിട്ടൊക്കെ. അതിനെ ചോദിച്ച പിള്ളേർക്ക് വലിയൊരു. അതുപോലെ ഞങ്ങളുടെ ഒരു അച്ഛനും ഉണ്ട്, പുതുതായിട്ട് വന്നതാണേ. അച്ഛനും കൊച്ചു പിള്ളേരൊക്കെ ഉള്ള. അപ്പൊ അച്ഛനെ കൊണ്ട് ഞാനൊരു ദിവസം വരാം. മക്കൾക്ക് സ്വിമ്മിങ് ഒക്കെ അറിയാവോ? ഇല്ല, പിള്ളേർക്ക് അറിയത്തില്ല. പിള്ളേർക്ക് അറിയത്തില്ല. അറിയത്തില്ല. Anyway.
പുറത്ത് പോവാല്ലേ നമ്മുടെ ഈ എണ്ണം നെല്ലിരിക്കുന്ന പഴയ ഇതാണോ മത്തായിയുടെ വാസം കണ്ടോ വണ്ടി കയറി ചത്ത് കിടക്കുന്നല്ലേ ഇവിടെ ഈ വെള്ളം ബാറുണ്ടല്ലോ ഇവിടെ തൊട്ടാല് എനിക്ക് അവിടെ വീട്ടില് എല്ലാം സിഗ്നൽ മോണിറ്ററെ കാണാം അപ്പൊ നമ്മള് സംസാരിക്കാരൊന്നും ശേഷം ഓപ്പൺ ചെയ്തത് ഇതെടുത്തായിരുന്നു അതെടുത്ത അത് ഞാൻ നമ്പർ അടിച്ചപ്പോൾ മാറ്റിയതാണ് ഇവിടോട്ട് ഇറങ്ങിയിട്ട് ഇതിനകത്തോട്ട് നോക്കും ഇതിനകത്തോ അത് പുല്ലാണല്ലോ വല്ലതും ഉണ്ടോ അതിനകത്ത് നോക്കാൻ വല്ല കടിക്കുന്ന വല്ലതും ഉണ്ടോ കടിക്കുന്നൊന്നുമില്ല ഓ മുട്ടയുണ്ടല്ലോ നിങ്ങളെ ഇത് എന്തിനാ മുട്ടയാ ഇത് താറാവിന്റെ മുട്ടയല്ലേ ഓ അത് ശരി അതിനകത്ത് ആ ഗൂസ് ഇവിടെ 6 പേരുണ്ടായിരുന്നു. മറ്റവര് പറന്നു പോയി. ഇതിനൊരു ശകലം ഹാൻഡിക്യാപ്പ്, അതുകൊണ്ട് പറക്കത്തില്ല. ഓ അത് കൊള്ളാം. ഒരു മുട്ട ഇപ്പൊ എല്ലാ ദിവസവും ഒരു മാസം അത് എടുത്താൽ ഉടനെ അവര് വേറെ എവിടെയും കൊണ്ടിടും. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ 3-4 വെച്ചേക്കും. മനസ്സിലായി. പക്ഷെ വേറെ ഐറ്റം ആകുമ്പോ കൊത്തി തിന്നിട്ട് കാക്കയൊക്കെ വരും അല്ലേ? അവന് മനസ്സിലായി. ആയിക്കോട്ടെ. അപ്പൊ ഇതിന്റെ അകത്ത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തായിരുന്നു ഞാൻ എടുത്തതാ. അതിന്റെ അകത്ത് ഇല്ല കേട്ടോ. ഇല്ല, ഞാൻ എടുത്തോണ്ട് ഇപ്പൊ വേറെ കണ്ടു പോയില്ല. ശരി, അതിനറിയാം എണ്ണം. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതൊക്കെ അവർക്ക് മുട്ടയിടാനായിട്ട് വെച്ചു കൂടെ. വാ, എന്റെ അതൊക്കെ ഇടും വല്ലപ്പോഴൊക്കെ അല്ലേ? ഒരു പ്രാവശ്യം ഞാൻ എടുത്തില്ലത് അവിടെ ഇരുന്ന്, അവിടെ ഇവിടെ അല്ല. 80 കുഞ്ഞുങ്ങൾ ഇറങ്ങി വന്നു. 80? എന്റെ അമ്മോ! അതിന് പിന്നെ ഗെറ്റോഫ് ചെയ്യാൻ അപ്പാടെ. അത് തന്നെ. ഇതിനകത്തുണ്ടെന്ന് നോക്കി അറിയത്തില്ല, ഞാൻ നോക്കിയില്ല. ഞാൻ നോക്കട്ടെ. ഇതിനകത്തൊക്കെ കയറിയിടും. ശരി, ഇല്ലല്ലേ? ഇതിന്റെ അത് ഇപ്പൊ ഇല്ല. നമ്മളെ അടികളുള്ളതിനകത്ത് കൈയിടാൻ പറ്റത്തില്ല. എനിക്കറിയാം, അതുകൊണ്ടാണ് നോക്കാൻ പറഞ്ഞത്. ഒരു കൂട് കണ്ടോ? ഓ, ഈ കൂടിന്റെ അകത്തല്ലേ? നോക്കട്ടെ ഒരു സെക്കൻഡ്. വാ, സംതിങ് ഈസ് ദേർ. നോ വന്നിട്ടില്ല. ഇല്ല. ഇപ്പൊ മഴയുള്ളതുകൊണ്ടേ ഇവരൊക്കെ കുഞ്ഞുങ്ങളായി താറാവെല്ലാം മുട്ടയിടാൻ തുടങ്ങിയില്ല. ഇതിനെ നമുക്ക് കറി വെക്കാൻ പറ്റുമോ? പറ്റും. ഒരാഴ്ചക്ക് ഒരു മുട്ടയിടും. 6 മാസമായി. ഓ ശരി.
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇവിടെ ടാക്സ് ഒക്കെ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടിക്ക് ഇച്ചിരി റിലീഫ് ഇല്ലേ നമുക്ക്? ഇല്ലേ? ഇല്ല, നമുക്ക് ആടിനെയൊക്കെ വളർത്താണ് അങ്ങനെ ഇല്ല. ആടിനെ വളർത്തിയുണ്ടോ ഇല്ല, പശുവിനെ വളർത്തിയുണ്ടോ ഇല്ല. അഗ്രികൾച്ചർ എക്സംഷൻ വേണം. അഗ്രികൾച്ചർ എക്സംഷൻ വേണം എന്നറിയില്ല. അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. ഓ ശരി. ഇതെന്താ ഈ ചെടികൾ വെച്ചിരിക്കുന്ന അറിയാമോ? ഈ രണ്ട് ചെടി മുരിങ്ങയുടെ പുറകെ നിൽക്കുന്ന രണ്ടെണ്ണം, അത് ഫിഗ്. ഫിഗ്. ഓ ഫിഗ്. ഫിഗ് അല്ലേ? അത്തി. ഓ അത് ഇവിടുത്തെ ഒരു കോമൺ പ്ലാന്റ് ആണോ? അല്ല, ഓൾറെഡി ഉണ്ടായിരുന്നു ഇത്. അതല്ലേ? ഇത് അങ്ങളുടെ കൃഷിയാണോ ഈ പുറകിലത്തെ? ഓ വാ. യെസ് പ്ലീസ്. ഓ ഇതാ തേനീച്ചക്കൂടുകൾ. എത്ര പെട്ടിയുണ്ട് അച്ഛാ? ഞാൻ അധികം നോക്കുന്നില്ല, ഞാൻ പിന്നെ നോക്കിക്കോളാം. പക്ഷെങ്കിൽ ജസ്റ്റ് ഒരു പണ്ട് ഇതിൻ്റെ കൂടെ ഒക്കെ ഞാൻ എന്തുമാത്രം അടുത്തോട്ട് പോകണ്ട കേട്ടോ. ഇല്ല അടുത്തോട്ട് പോകണ്ട. ഇല്ല വന്ന ഉടനെ കുത്തുവാച്ചുണ്ട് പോ. അതെ അത് 1-2 വല്ലതും ആണോ? ചേന ഇങ്ങനെ ചേൻ വെക്കുന്നില്ലേ? ചൂടിന്റെ കൂടുതലുണ്ട്. കൃഷിയെല്ലാം കഴിഞ്ഞു. പാവലും കോവലും കൂടെ ഒന്നിച്ച് അവര് കയറി എൻക്രോച്ച് ചെയ്തതാ ഇങ്ങോട്ട്. ഞാനൊന്ന് ബൗണ്ടറി വഴി ഒന്ന് നടന്നിട്ട് വരട്ടെ. ഐസ് വീണിട്ടെല്ലാം പോയതാ പടവലം. എന്ത് കൃഷി ചെയ്തു? വെണ്ട, ടൊമാറ്റോ, കരിമ്പ്. ഈ ഡബ്ബയൊക്കെ കണ്ടോ? ഇതിൻ്റെ അകത്തെല്ലാം ചേന കൃഷി ചെയ്യുന്നു. വളരെപ്പയരെല്ലാം സ്നോ വീണ് പോയി. വാ. അച്ഛനല്ല വേറെ ആരെങ്കിലും ഈ ഹണി ബീയെ ടച്ച് ചെയ്യുവോ? ഇല്ല. വേറെ ഇവിടുത്തുകാർ വല്ല സ്പാനിഷുകാർ വല്ലവരും വരുവോ? ഒന്നും വരത്തില്ല. എല്ലാം അങ്ങള് ചെയ്തെങ്കിലേ ഉള്ളൂ. ഓ ശരി. ഇങ്ങോട്ടോ. ചവിട്ടരുത് കേട്ടോ. ഇല്ല. ഇപ്പം എല്ലാ കൂട്ടിൽ ഒരേ സമയത്ത് അല്ലല്ലോ തേനെടുക്കുന്നത്? ആണോ? അല്ല, ഞാൻ എല്ലാ സീസൺ ഒരു റൗണ്ട് കഴിഞ്ഞു. ഇപ്പൊ നിർത്തി. ഈ വർഷത്തെ കഴിഞ്ഞു. ഈ വർഷത്തെ കഴിഞ്ഞു. നിങ്ങളുടെ പള്ളി വരുന്ന ജയ്ജു എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച പോസ്റ്റ് ചെയ്തെന്ന്. ഞാൻ ഫോൺ നമ്പർ ജയ്ജു ഞങ്ങൾ കോവർക്കേഴ്സ് ആയിരുന്നു. എവിടെ? ഞങ്ങൾ ഇപ്പോൾ ജയ്ജു ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ. ജയ്ജു വർക്ക് ഫ്രം ഹോമാ ഇപ്പം. ഒരു കാർഡിയോളജിയുടെ ഒരു സിസ്റ്ററാണ്. അപ്പൊ നമ്പർ ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. അന്ന് സംസാരിച്ചപ്പോൾ നമ്പർ എടുക്കാൻ മറന്നു. അങ്കിൾ വിളിച്ചില്ല. അപ്പം ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു. അപ്പം ജയ്ജുവിനെ വിളിച്ചു.
അപ്പം ജയിച്ചു പറഞ്ഞു അങ്കിൾ കഴിഞ്ഞ ആഴ്ചയിലെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാബു കല്ലിനെ ഇല്ലേ അദ്ദേഹത്തോടും ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഫോൺ നമ്പർ എടുത്തു തരാൻ ബുക്ക് ചെയ്യുന്ന. പക്ഷെ അപ്പോഴത്തേനും ജയിച്ചു തന്നു. ഈ ടാങ്ക് ഗ്യാസ് ടാങ്ക് ആണോ വല്ല? പ്രൊപ്പൈൻ. ഇത് എന്തിനു വേണ്ടിയാ? കുക്കിംഗ് ഗ്യാസ്. അതെന്തിനാ ഇത്രയും വലുത് നമുക്ക്? ഇതിപ്പോ നമുക്ക് മറ്റേ ഇലക്ട്രിക് അല്ല, മറ്റേ ഇവിടെ ഇതൊരു സെക്കൻഡറി കിച്ചൺ ഉണ്ട്. അവിടെ അപ്പൊ സെൻട്രലൈസ്ഡ് ഗ്യാസിന്റെ ഒരു ലൈൻ ഇല്ല. സെൻട്രലൈസ് ഇവിടെ ഇല്ല, കൺട്രി സൈഡല്ലേ ഇവിടെ. ഓ അത് ശരി. അപ്പൊ ഇത് അവരെങ്ങനെ ഫില്ല് ചെയ്യുന്നു? വന്നിട്ട് വലിയ നമ്മുടെ ടാങ്കർ അല്ലേ ഗ്യാസ് സ്റ്റേഷനിലൊക്കെ ടാങ്കറും കൊണ്ട് വന്നിട്ട് അതിനകത്തുനിന്ന് ട്യൂബ് ഇട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് ഫില്ല് ചെയ്യും. അവരെവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന അന്നേരം? ഇവിടം വരെ വരും. ഇത് ആളുകൾ മേടിക്കുമ്പോ ഈ ടാങ്ക് ഇവിടെ ഉണ്ട്? ഇല്ല, ഇതെല്ലാം ഞാൻ. ഓ അത് ശരി. അത് നമ്മുടെ സ്റ്റോറേജ് ആണ്. അത് നമ്മുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് വാങ്ങിച്ച് പിറ്റേന്ന് റൂഫ് ഇടിച്ചതാണ്. അതൊരു കണ്ടെയ്നർ പഴയ അല്ലേ? കണ്ടെയ്നർ വാങ്ങിച്ച് റൂഫ് ചെയ്യിച്ചത്. ഇതിന്റെ ഓരോ എൻട്രിക്കകത്ത് ഓരോ റാണിയുടെ ഉണ്ടോ? അത് ഒരു പെട്ടിക്കകത്ത് ഒരു റാണിയുള്ളൂ? ഒരു പെട്ടിക്കകത്ത് ഒരു റാണിയേ ഉള്ളൂ. പക്ഷെ രണ്ട് ഉള്ളത് പഴയ കൂടുകളൊക്കെ ഈ സ്റ്റൈലായിരുന്നു. അപ്പ് ആൻഡ് ഡൗൺ. അപ്പൊ അപ്പ് ആൻഡ് ഡൗൺ ആകുമ്പോഴ് അതിനകത്ത് തേൻ നിറഞ്ഞു കഴിഞ്ഞാല് weighs about 75-80 pounds. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിട്ട് ഹാർഡ്. ഓക്കെ. ശരി. ഒറ്റ ഫ്രെയിമല്ല അത് കിടക്കുന്നല്ലേ? അല്ല അല്ല, അടയിരിക്കുന്ന ഒറ്റ ഫ്രെയിം ബോട്ടം ടു രണ്ടായിരുന്നു. രണ്ട് തട്ട. ഡബിൾ ഡെക്കർ പോലെ 10-20 ഫ്രെയിം അതിനകത്ത്. ആ ഫ്രെയിം തടിയുടെ ആണോ ഇവിടെ യൂസ് ചെയ്യുന്നത്? തടിയുടെ ഫ്രെയിം അതേല് വാക്സിന്റെ എന്താ പറയുക, അത് നമ്മള് അട പോലെ ഇച്ചിരി തേച്ചൊക്കെ. അല്ല, അത് വാങ്ങിക്കാൻ കിട്ടും. ഓ ശരി. അത് വാങ്ങിച്ചതേ ഫിറ്റ് ചെയ്യും. ഇതേലെ എല്ലാ ദിവസവും എന്തേലും എത്ര ടൈം കൺസ്യൂം ചെയ്യാ സ്പെൻഡ് ചെയ്യും? അതോ എടുക്കാൻ നേരത്ത് മാത്രമേ? ഇടയ്ക്കൊക്കെ നോക്കും ഉറുമ്പ് കയറുന്നുണ്ടോ, റാണി താഴെ പോകുന്നുണ്ടോ? റാണി താഴെ പോകുന്നുണ്ടോ ഇല്ല. ശത്രുക്കള് വാക്സ് മൗത്ത് എന്ന് പറയും. അതുപോലെ തന്നെ ഉറുമ്പ് അതിന്റെ പ്രെഡേറ്റേഴ്സ്. ഓക്കെ. അത് ഓരോ ഇതേല തടിയേല വെള്ളത്തിലൊന്നും അല്ലല്ലോ അത് വെച്ചേക്കുന്നല്ലേ? അല്ല, ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യും. ഇത് ആഫ്രിക്കൻ തേനീച്ചയാണോ? അത് ഇതിനെ അങ്ങനെ വല്ലതും വിളിക്കുന്നുണ്ടോ? ഇല്ല, ആഫ്രിക്കൻ അല്ല. ഇത് ഇവിടുത്തെ ലോക്കലാ. നമ്മുടെ നാട്ടിലെ പോലുള്ള വലിപ്പമാണോ അതോ അതിലും വലുതാണോ? അല്ല, ഞാൻ കണ്ടു. എനിക്ക് ഇച്ചിരി അടുത്ത് പോകണ്ട. കുഴപ്പമില്ല, ഇവിടെ വരുന്നതിന് കുഴപ്പമില്ല. ആണല്ലേ? എനിക്കറിയാം. കണ്ടില്ലേ? സൂം ചെയ്ത് നോക്കാം. See the bee. See the bee. Bee. ഇതവർക്ക് തീറ്റയിട്ട് വെച്ചേക്കുന്നത്. ആർക്കുള്ള തീറ്റ ചെയ്തേ? താറാവിനും കോഴിക്കും ഒക്കെ. ഓക്കെ ഓക്കെ. അവരിവിടെ തിന്നും. ഇതിന് സെറ്റപ്പ് സച്ച് വേ ഇവിടുത്തെ തീറ്റ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും നമ്മള്. ഓ ശരി. അതൊരു ഓട്ടോമേഷൻ പോലെ ഒരു സെറ്റപ്പ്. നമ്മുടെ ഡോഗ് ഫുഡും അങ്ങനെയാണല്ലോ കൊടുക്കുന്നതിന്റെ ബോക്സ് ഒക്കെ. പിന്നെ വെള്ളം അതിനകത്ത് അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ടാങ്കിനകത്ത്. ഇതിനകത്ത് രാത്രിയിൽ ഈ കോഴിയെല്ലാം കൂട്ടി അവരുടെ കയറി ഇവിടെ കാണിരിക്കും. ഓ എവിടെയെങ്കിലും കയറി. എന്നിട്ട് നമ്മൾ കൂടെ അടയ്ക്കുവോ? ഇല്ല, അടയ്ക്കുകയല്ല. ഇതിനകത്ത് ആയിരുന്നു പണ്ടൊക്കെ. അപ്പം ഈ വൈൽഡ് ആനിമൽസ് ഒക്കെ വന്നിട്ട് അവരെ പിടിച്ചോണ്ട് പുറത്തേക്ക് കൂട്ടിനകത്ത്. അപ്പൊ അവർക്ക് പേടിയായി. അത് പിന്നെ ശരിക്കും നാട്ടിലെ ഒരു പശുക്കൂട് പോലെ തന്നെ അല്ലേ, കോഴിക്കോട് പോലെയൊക്കെ തന്നെയാ ഇവിടെ. ആടിനെയൊക്കെ വളർത്തിയിരുന്നു ഒരു കാലത്ത് അല്ലേ? ആടില്ല, ആടിനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെങ്കിൽ ഫാസ്റ്റ്. ഓ പശുക്കളുടെ കൂട്ടല്ല. ഇവിടെ കാണിക്കാം.
അങ്ങനെ സ്പാനിഷ് വേലക്കാരെ ഒന്നും വെച്ചിട്ടില്ലേ? അതോ അവര് അങ്ങനെ പെർമനന്റ് ആയിട്ടൊന്നുമില്ല. ഇല്ല, നമുക്ക് ആവശ്യമുള്ളപ്പം വിളിക്കും, അല്ലേ കൊണ്ടുവരും, തിരിച്ചുവിടും എന്നല്ലാതെ. തേനെടുക്കുന്നേക്കും പിന്നെ അത്. ഇത് ഇലക്ട്രിക് ആണോ? ഓ, എന്നിട്ടൊക്കെ നമ്മുടെ നാട്ടിൽ കറക്കുകയല്ലേ കൈ കൊണ്ടേ? പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പം മാറി കാണും. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരു അതെ അതെ തേനെടുത്തിട്ട് വെച്ച് ഞാൻ ആശാരിയെ കൊണ്ട് ഇത് ഉണ്ടാക്കിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഒന്നും കിട്ടത്തില്ലല്ലോ റെഡിമെയ്ഡ് ആയിട്ടേ. ഫ്രെയിം ഉള്ളത് എടുക്ക്. വാ, ഇവിടെ ഈ ഗ്യാസ് സ്റ്റൗ വല്ല ബാർബിക്യൂ വല്ല ഉണ്ടാക്കാൻ വേണ്ടി അല്ല, ഞങ്ങൾ മുറിക്കകത്ത് മീൻ ഇറച്ചിയൊന്നും അവിടെ കുക്ക് ചെയ്യത്തില്ല. ഓ, അതിൻ്റെ അകത്ത് കുക്ക് ചെയ്യത്തില്ല. ഓ, സ്മെല്ലിൻ്റെ ഒരു ഇതുകൊണ്ട്. ഓ, അത് ശരി. ഓ വാ, ഇതിനകത്തുണ്ടല്ലോ. ഇല്ല, അതെല്ലാം ഡ്രൈ ഔട്ട് ചെയ്തല്ലേ? ഇത് തിരിച്ചു വെക്കണം. ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇനി തിരിച്ചു വെക്കണം. ഇതിനകത്ത് ഇങ്ങനെ ഇറക്കി വെക്കും. ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് റൈറ്റ്. ഇത് ഓണാക്കും. എത്ര നേരം ഓണാക്കണം? 5 മിനിറ്റ് കൊണ്ട്? 5 മിനിറ്റ് ഒന്നും വേണ്ട. വളരെ സ്ലോയിലാണ് കറങ്ങാൻ തോന്നുന്നല്ലേ? സ്പീഡ് വേണമെങ്കിലും വെക്കാം. ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മൾ സ്പീഡിലെടുക്കുമോ അതോ ഒത്തിരി എളുപ്പം കുറച്ചോ? ഇല്ല, ഇച്ചിരി സ്പീഡാണ് എളുപ്പം. എന്നിട്ട് അത് ഡ്രെയിൻ ചെയ്യുന്നത് ഇതുവഴി, ഓപ്പൺ ചെയ്ത വഴി ഫിൽറ്റർ ചെയ്ത് ബക്കറ്റിനകത്ത് പിടിക്കും. ഓക്കെ അതാണ്. ഇത് അരിപ്പ വെക്കാത്തോടെ ഒഴിച്ച 2 അരിപ്പ കൂടെ. ഇത് എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് കുറെ കിട്ടുമല്ലോ, 2-3 കിലോ 5 കിലോ 2-3 കിലോ ബക്കറ്റ് നിന്നിട്ട് അത് ഫില്ല് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ. അത് മാർക്കറ്റിൽ കൊടുക്കുമോ? മാർക്കറ്റിൽ നമ്മുടെ പള്ളിയിൽ തന്നെ ആൾക്കാരുണ്ട്, നമ്മുടെ കസ്റ്റമേഴ്സ്. അത് ശരി. എങ്ങനെ ഒരു ബക്കറ്റല്ല കൊടുക്കുന്നത്, കുപ്പിക്കില്ലേ ബോട്ടിലാക്കി? ഞാൻ കാണിക്കാം. ഓക്കെ. അത് ശരി. $18 $15 ഒരു ബോക്സ്. $18. ഓക്കെ. ബാർഡ്. ഔട്ട്സൈഡില് ഇറ്റ് കോസ്റ്റ് യു അബൌട്ട് $20-25. ഓ, അത് ശരി. അത് തന്നെ ഇത്രയും പ്യുവറായിട്ടുള്ളതേ. അതിനാണല്ലോ, ഓർഗാനിക് ആണല്ലോ. ഇതാ കണ്ട്. ഓക്കെ. അത് 32 ഔൺസ്. 32 ഔൺസ്. ഞാനൊരു 2 എടുത്തോളാവേ. ഓക്കെ. ഇത് ഓർഗാനിക് ആണ്, കോൺസെൻട്രേറ്റഡ് പ്യൂർ ആയതുകൊണ്ട് കുറച്ച് ഒരിക്കൽ ആൾക്കാർ വാങ്ങിച്ചാൽ they'll keep on buying. That is true. There are people who buys a case. Okay. ഈ കേസൊക്കെ അങ്കിൾ തന്നെ റാപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതാണോ? ഇതെല്ലാം വാങ്ങിക്കുന്ന. ഓ, ഈ കേസിൽ വെച്ചെന്നുള്ളത്. ഒരു ഷിപ്മെന്റ് വന്നപ്പുറത്ത് കിടക്കുന്നു 100 ബോട്ടിൽ, 80 ബോട്ടിൽ. നമുക്ക് ഇച്ചിരി ലാർജ് ക്വാണ്ടിറ്റി ഒക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അല്ലേ? ഇതിപ്പോ നോ ടൈം ഇതങ്ങ് പോകും. അത് മനസ്സിലായി. റൗണ്ട് ദി ഇയർ ഒന്നും കൊടുക്കാനില്ല. ഇപ്പൊ 2-3 മാസം കൊണ്ട് നമ്മുടെ ആൾക്കാർ വാങ്ങിച്ചത് തന്നെ അവർ വാങ്ങിക്കും. ഈ 2 വണ്ടിയുള്ളോ അങ്കിൾ യൂസ് ചെയ്യുന്നേ? പിന്നെ അപ്പുറത്തെ ട്രക്ക് കിടപ്പുണ്ട്. ട്രക്ക് അപ്പുറത്തെ ട്രക്ക് ഉണ്ട്. ട്രക്ക് കിടപ്പുണ്ട് അല്ലേ? ഓക്കെ. കൈന്ന് കഴിച്ചിട്ട് അങ്കിൾ ജോലി ചെയ്തിരുന്നോ എവിടെയെങ്കിലുമൊക്കെ? ഞാൻ ഇവിടെ സിറ്റി ഓഫ് ഹ്യൂസ്റ്റണിലായിരുന്നു. ഏതിലാ? ഹ്യൂസ്റ്റൺ സിറ്റിയിൽ. സിറ്റി ഓഫീസറോ? ഓ, അതില് ക്ലറിക്കൽ ലൈനായിരുന്നോ? അല്ല, ഞാൻ ട്രാൻസ്പോർട്ടേഷനിലായിരുന്നു. ട്രാൻസ്പോർട്ടേഷൻ. ഓ, ശരി. അവരുടെ സിറ്റിയുടെ ട്രാൻസ്പോർട്ടേഷൻ ഏതാ? നമ്മുടെ ഈ മെട്രോയുടെ. ഓക്കെ. ഗോട്ട് ഇറ്റ്. ടേസ്റ്റ് ഒരു സ്വല്പത്തിന്
കാരണം ഇത് കഴിയല്ലേ. ഗ്ലാസ്സിനകത്ത് ഇച്ചിരി മതി, ഒരു ഡ്രോപ്പ് മതി എനിക്ക്, ഞാൻ പിന്നെ മേടിച്ചോളാം. അല്ല ഇത് ഇങ്ങനെ ഇത് തന്നെ എടുത്തിട്ട് വായിലിട്ട് ഒഴിക്കും. ഞാൻ ഓക്കെ ഓക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അടുത്ത് സ്റ്റേ ക്ലോസ് അത് താഴെ വീഴും, എത്രയായാലും താഴെ വീഴും. അത് ഡ്രിപ്പ് ചെയ്യാതെ എടുത്തോ. അതിനകത്തിട്ടല്ലേ തുടക്കണല്ലേ കഴിയും, വെച്ചോളൂ, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ്? ഞാൻ ഇതുപോലെ ഞാൻ അടയെടുത്ത് കഴിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ പരത്തയിലൊക്കെ. ആ ഫ്രഷ്നെസ്സേ, ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കണൊക്കെ. യു ഹാവ് ടു ഫീൽ ഇറ്റ്, എക്സ്പീരിയൻസ്. സത്യം പറയാൻ ഞാൻ നാട്ടിൽ നിന്ന് പോന്നിട്ട് ഒരു 10-35 വർഷം ആയി നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിട്ടേ. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഒരു തേനീച്ച കൂടും ഫാമും ഒക്കെ കാണുന്നത്. മധ്യപ്രദേശിലുണ്ട്, പക്ഷേ ഒന്നും ഇതുപോലെ ഇത്ര അടുത്ത് പോയി കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ഫ്രെയിം, തേനെടുക്കുന്ന മെഷീന്. അതിൻ്റെ അകത്ത് വയ്ക്കുന്ന ഒരുപാട് സന്തോഷം. പിള്ളേർക്കൊക്കെ കണ്ടു പഠിക്കാനുള്ള ഒരു ഈ ട്രൈപോഡിൽ അങ്കിൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാറുണ്ടോ? അത് ട്രൈപോഡ് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള, ക്യാമറയും ഫോണിനും ഇതിനും ഗോപ്രോയ്ക്കൊക്കെ എല്ലാം ഉള്ള. ഇതാണ് ഇതിനകത്ത് വെക്കുന്ന വാക്സ്. മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അല്ലേ? ഓക്കെ. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പഴയ അടയിൽ നിന്നാണ് നമ്മളതെല്ലാം ഒട്ടിച്ച് പിടിപ്പിക്കുന്നത്. അതെ, ഓക്കെ ഉണ്ട്. ഓക്കെ, ഇത്ര തിന്നല്ലേ? ഇത്ര തിന്നാണത്. ആ ഫ്രെയിം എന്നിട്ട് ഇതിൻ്റെ തന്നെ അത് ഫില്ല് ചെയ്തോളൂ. ഫ്രെയിമെ പിടിപ്പിച്ചിട്ട് ഇത് ജസ്റ്റ് ഒരു ഗൈഡ് എന്നേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ പുറത്ത് അതിന്റെ ഓൺ വാക്സ്, രണ്ട് സൈഡിലോട്ട് ഒരു ഓൺ വാക്സ് അത് പിടിപ്പിക്കും. എന്നിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യും. ഇതിൽ പിള്ളേർക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും മക്കളുണ്ടോ? ഇല്ല, പേടിയാ ഈച്ച കുത്തുക. മനസ്സിലായി. നമ്മളൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നതായതുകൊണ്ട് താല്പര്യം അല്ലാതെ നമ്മുടെ പിള്ളേരൊന്നും അത് തന്നെ നമ്മളും അതിൻ്റെ അകത്ത് എക്സ്പോസ്ഡ് ആക്കുന്നേ. നാട്ടിൽ എങ്ങനെയായിരുന്നു അച്ഛൻ അങ്ങ് ചെറുപ്പത്തിൽ ഈ തേൻ്റെ വർക്ക് എവിടാ പഠിച്ചതൊക്കെ? എങ്ങനെയാ? ഞങ്ങൾക്ക് വീട്ടിലുണ്ടായിരുന്നു. ഫാദർ ഈച്ച വളർത്തുമായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ. ഓക്കെ ഓക്കെ. ഞാൻ ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ വില്ലേജിൽ ഈ തേനീച്ചയുടെ ഒരു സെറ്റപ്പ് പഠിപ്പിക്കാൻ വിളിക്കുമായിരുന്നു. ഒരു മാസം അവർ നമുക്ക് അവരുടെ ക്ലാസ്സും കാര്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ട് അവർ നമുക്ക് കൂടിനുള്ള പൈസയൊക്കെ തരുമായിരുന്നു. അങ്ങനെ ഞാൻ അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ റെഡിമെയ്ഡ് കൂടൊന്നും ഇല്ലല്ലോ. ഞാൻ ആശാരിയുടെ വീട്ടിൽ പോയിരുന്ന, അപ്പം എല്ലാ ആശാരിമാരും തിരക്കല്ലേ, അവർ കൂടിനൊന്നും നിൽക്കത്തില്ലല്ലോ. പക്ഷെ ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്തു. ഒരു ആശാരി ഒരാഴ്ച കൊണ്ട് വീട്ടിൽ ഇരുന്ന് ഇതിന്റെ ഫ്രെയിമും എല്ലാം ഉണ്ടാക്കി വർക്കൊക്കെ അച്ഛൻ തന്നെ ചെയ്യുന്ന ഈ കൊണ്ട് ഞാൻ ഈ വലിയ ബോക്സ് ഒക്കെ ഞാൻ ഉണ്ടാക്കും. അല്ലാതെ അതൊരു വാങ്ങിക്കാൻ കിട്ടത്തില്ലേ? അത് ശരിയാ. ഈച്ചക്കൂട്ടിനുള്ള മറ്റേ ഈ ചെറുത് വാങ്ങിക്കാൻ കിട്ടും. അത് ഓർഡർ ചെയ്താൽ അവർ ഇത് നമ്മുടെ ഇതാണല്ലോ ഒരു ഇത് എയറിൻ്റെ ആണ്. കംപ്രസർ ഇതെന്തിനു വേണ്ടിയാ? കംപ്രസർ നമുക്ക് വണ്ടിക്ക് കാറ്റടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രെയിമൊക്കെ ഇത് നെയിൽ ഗണ്ണുണ്ട്. നെയിൽ ഗണ്ണ് ഇതേ എടുത്തു കഴിഞ്ഞാൽ എളുപ്പം ഫാസ്റ്റായിട്ട് സ്ക്രൂ ചെയ്തോ, നമ്മളെ ആണി അടിക്കാതെ. പുറത്ത് നടക്കാം.
പാർക്ക് ചെയ്യാൻ പോവല്ലേ? പാർക്ക് ചെയ്യാൻ പോവാണ്. പാർക്ക് ചെയ്യാൻ പോവല്ലേ? അല്ലല്ല, ഇതിനെ കാണാമെന്ന് നോക്കട്ടെ. ഇപ്പോഴേ അവര് ഈവനിങ് ടൈമില് വെയിൽ താഴുമ്പോഴേ അവര് വരുവുള്ളൂ തീറ്റിയിട്ട്. നോക്കാം. ഇതിനകത്തോട്ട് അതിനകത്ത് ബ്ലൂ ഗിൽസ്, ക്രാപ്പി അങ്ങനെയൊക്കെ ഉള്ളത്. ഇതിനകത്ത് കാറ്റ് ഫിഷ് ഉണ്ട്, ബ്ലൂ ഗിൽസ് ഉണ്ട്. വന്നു. ചെറുതും ഉണ്ടല്ലേ? അത് വേറെ ഇനമാ. വേറെ ഇനമാണോ? ഓക്കെ. പക്ഷെ അത് ഈ ഫുഡ് തിന്നത്തില്ലായിരിക്കും അല്ലേ? എല്ലാവരും തിന്നും. ഓ അത് ശരി. ഡിസോൾവിങ് ആണോ ഇത്? അതങ്ങ് സോക്ക് ചെയ്യും. സ്പോഞ്ച് പോലെ ആവും അല്ലേ? സോക്ക് ചെയ്യുമ്പോഴേ അത് ഇവൻച്വലി അത് തിന്നില്ലെങ്കിൽ അത് താണു പോകും വെള്ളത്തിൽ. വടിയിൽ അവർ പിക്ക് ചെയ്യും. അങ്ങോട്ട് തയ്ക്കും. കിട്ടുന്നുണ്ടോ? അതെ, സൂര്യൻ ഇറങ്ങാനുള്ള ഞാൻ അതിനെ ഒരു സൈഡ് കൊണ്ടൊന്ന് പിടിക്കാം. അതിന്റെ തല കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈവനിങ്ങിൽ 5-6 മണി എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാ. നമുക്ക് ഈ സമയത്തെല്ലാം നമുക്കും ചൂടാ, എടുക്കാനും പ്രയാസം, നല്ല പടം കിട്ടാൻ പാടാം. അതെ. താങ്ക് യു. അങ്ങനെയൊന്നുമില്ല. ഇല്ല. നല്ല വോക്ക് ത്രൂ ആയിരുന്നു. ഇതിനകത്തൊക്കെ ഗുണവുമുണ്ട് ദോഷവും. അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിലോട്ട് കയറി കഴിഞ്ഞാൽ
ഈ ഡബ്ബ വണ്ടിക്കകത്ത് വെച്ചേക്കുന്നോ? ഈ ഡബ്ബ കയ്യിലെപ്പോഴും അതോ മീൻ ഫുഡ് എടുത്താ? അതങ്ങനെ പോകുന്നു. സോറി. നേരത്തെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല. ഇങ്ങനെ ആരെങ്കിലും മനസ്സിലായി. നീ അറിയാം നമ്മുടെ ഈ രാജ്യ? അതെ. കസിൻ്റെ ഒരു മോനുണ്ട്. എന്നോട് ചോദിച്ചതാ. അന്ന് ഞാൻ പറഞ്ഞ ഈ പബ്ലിസിറ്റിയിൽ വലിയ താല്പര്യമില്ലെന്ന്. അതിനോ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഓ, ഇത് നമുക്ക് ക്ലബ് ഹൗസ്, പാർട്ടി ഹൗസ് അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ യൂസ് ചെയ്യാം അല്ലേ? ഇവിടെ മോൻ ഇവിടെ താമസിക്കുന്നത്. മോൻ ഇവിടെ താമസിക്കുന്നു. ഓക്കെ. ഇത് ബാക്ക് പോർഷൻ അല്ലേ? ഇതെന്തിന്റെ ബോക്സ് ആയിരുന്നു? ഇത് ബോട്ടിലാണ്. ആ, എനിക്ക് എടുക്കാൻ വയ്യ, അല്ലേ ഞാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്താനോ? ഓക്കെ. തേനുള്ള ബോട്ടിലാണ്. മനസ്സിലായി. ഗ്ലാസ് ബോട്ടിലാണല്ലോ അത്. കയറിക്കോ. ഇപ്പോഴത്തെ കാറ്റിന് ലാസ്റ്റ് ഐക്കോ ഇത് സ്റ്റോം വന്നപ്പോൾ വല്ല ഡാമേജ് ഉണ്ടായിരുന്നോ? മരങ്ങളെല്ലാം ഒത്തിരി ഒടിഞ്ഞു പോയി. ആ. പക്ഷെ ഫെൻസ് ഒന്നും പോയില്ലല്ലേ? ഈ ഡ്രൈവേയില് ഇവിടെ മുതൽ അങ്ങ് വരെ രണ്ട് സൈഡിലും പാം ട്രീസ് ആയിരുന്നു. ഓ, അത് കളഞ്ഞല്ലേ? അതിന്റെ ചൂടാ അത് ശരി. അതെല്ലാം കുറഞ്ഞു പോയി മണ്ണത്തില്. ഓൾറെഡി 30 ഒരെണ്ണം പോലും എല്ലാം പോയി. ഇതിപ്പം മൂന്നാമത്തെ പ്രാവശ്യം വെച്ചാൽ ഈനമായിരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം വെച്ചതാ. ഓക്കെ. ഞാനിത് ഇട്ടേച്ച് വരാം. ആയിക്കോട്ടെ. താങ്ക് യു.